എല്ലാവർക്കും നമസ്കാരം. പോഷൻ ട്രാക്കറിൻ്റെ പുതിയ വേർഷനിൽ കുറച്ച് അപ്ഡേഷനൊക്കെ വന്നിട്ടുണ്ട്, കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതെല്ലാം ഞാനൊന്ന് പരിചയപ്പെടുത്താം. അതുപോലെ തന്നെ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേന്ദ്ര സർക്കാർ ഒരു നിർദ്ദേശം തന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ എല്ലാ ഗുണഭോക്താക്കളുടെയും ആധാർ വെരിഫിക്കേഷൻ ഈ ജൂലൈ മാസം 15-ാം തീയതിക്കകം പൂർത്തിയാക്കണം എന്ന് പറഞ്ഞിട്ടാണ് അത് വന്നിരിക്കുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ ആധാർ എടുക്കാനുള്ള ക്യാമ്പുകളൊക്കെ എല്ലാ പ്രോജക്റ്റുകളിലും എല്ലാ സെക്ടറുകളിലും നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് തന്നെ ആധാർ എടുക്കാൻ ശ്രദ്ധിക്കുക. എടുത്ത ഗുണഭോക്താക്കളുടെ ആധാറുകൾ വർക്കർമാർ പ്രത്യേകം കൃത്യസമയത്ത് തന്നെ എൻ്റർ ചെയ്ത് വിടുക. അതുപോലെ തന്നെ നമുക്ക് ഈ ഏറ്റവും പുതിയ വേർഷനിൽ പോഷൻ ട്രാക്കറിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. അതായത് ഏത് ഗുണഭോക്താവിൻ്റെയാണോ നമുക്ക് ഇപ്പോൾ ആധാർ വെരിഫൈ ചെയ്യേണ്ടത്, ഇപ്പോൾ കുട്ടികളുടെയൊക്കെ ആകുമ്പോൾ അവരുടെ പേരൻസ്, അതായത് അവർക്ക് ആധാർ ഇല്ലാത്ത പക്ഷം നമുക്ക് അവരുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ അല്ലെങ്കിൽ ഗാർഡിയൻ്റെയോ ആരുടെ വേണമെങ്കിലും ആധാർ വെച്ച് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഗുണഭോക്താക്കളെ എടുക്കുമ്പോൾ ഇതുപോലൊരു സ്ക്രീനാണ് വരുന്നത്. ഏതൊക്കെ വിഭാഗത്തിൽ എത്ര ആളുകളുണ്ടെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും, കൃത്യമായി അറിയാം. നമ്മളിപ്പോൾ എല്ലാ വിഭാഗം ഗുണഭോക്താക്കളെയും കൃത്യമായി തന്നെ ചെക്ക് ചെയ്യുക. അതിൽ തന്നെ പച്ച കളറിൽ വെരിഫൈഡ് എന്ന് കാണിക്കുന്നതെല്ലാം ആധാർ വെരിഫൈഡ് ആണ്, അത് കുഴപ്പമില്ല. ചില ഗുണഭോക്താക്കളുടെ നേരെ അൺവെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ചുവപ്പ് നിറത്തിൽ ഒരു ബോക്സ് കാണും. അതാണ് ആധാർ അൺവെരിഫൈഡ്. ഒരുപക്ഷെ നിങ്ങൾ അടിച്ചു കൊടുത്തിട്ട് വെരിഫൈഡ് ആകാത്തതാണെങ്കിൽ അതിൽ പേരോ ജനനത്തീയതിയോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകും. അതായത് പേരിൽ എന്തെങ്കിലും അക്ഷരത്തിൻ്റെ തെറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും. അതൊന്നും നിങ്ങൾ ചെക്ക് ചെയ്യണം. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്. പുതിയ അപ്ഡേഷനിൽ വന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അൺവെരിഫൈഡ് ആയിട്ടുള്ള ഗുണഭോക്താക്കളെ എടുക്കുക. വലതുവശത്തുള്ള 3 കുത്ത്, അതായത് മോർ ഓപ്ഷൻ എടുക്കുക. അതിൽ തന്നെ ആദ്യം കാണുന്ന പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അപ്ഡേറ്റ് പ്രൊഫൈൽ എന്നായിരിക്കും ഇംഗ്ലീഷ് വരുന്നത്. പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൽ തന്നെ കാണാൻ പറ്റും നമുക്ക് കുട്ടിയുടെ പേര് ആദ്യം കാണാൻ പറ്റും, പിന്നെ കുട്ടിയുടെ ആധാർ നമ്പർ. എന്നിട്ട് ചോദിച്ചിട്ടുണ്ട് കുട്ടിക്ക് ആധാർ ഉണ്ടോ, ആധാർ ഇല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ആധാർ ഇല്ലെന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത ഓപ്ഷൻ വരും. അതായത് കുട്ടിയുടെ അമ്മയുടെ ആധാർ നമ്പർ ഓഫ് മദർ. അപ്പം അമ്മയുടെ ആധാർ നമ്പർ നിങ്ങളപ്പോൾ അമ്മയുടെ ആധാർ മേടിച്ചിട്ട് അമ്മയുടെ ആധാർ നമ്പരും അമ്മയുടെ ജനനത്തീയതിയും കറക്റ്റായിട്ട് കൊടുക്കുക. കൊടുത്ത ശേഷം അത് ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. അഥവാ ഇനി അമ്മയ്ക്കും ആധാറില്ല, അല്ലെങ്കിൽ അമ്മയുടെ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ജനനത്തീയതി കറക്റ്റായിട്ടുള്ളവരുടെ ആധാർ വേണം എടുക്കാൻ. അതായത് കുറേ ആളുകൾക്ക് ജനനവർഷം മാത്രമായിരിക്കും ആധാറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ മാറ്റി ജനനത്തീയതി ഉള്ളവരുടെ വേണം ചെയ്യാൻ. അപ്പോൾ ഇനി അമ്മയുടെയും എന്തെങ്കിലും കാരണം കൊണ്ട് ആകുന്നില്ല എങ്കിൽ അടുത്ത ചോദ്യം ചോദിച്ചിട്ടുണ്ട്, മദർ ഡസ് നോട്ട് ഹാവ് ആധാർ, അമ്മയ്ക്ക് ആധാർ ഇല്ല എന്നുള്ള ഓപ്ഷനാണ്. നമ്മൾ അതെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വരുന്നത് അച്ഛൻ്റെയോ അല്ലെങ്കിൽ ഗാർഡിയൻ്റെയോ ആധാർ നമ്പറാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ കൊടുക്കുക, ആണാണോ പെണ്ണാണോ എന്ന് കൊടുക്കുക. അതിനുശേഷം ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ സമർപ്പിച്ച് കഴിയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആകുന്നതാണ്. അപ്പോൾ ആധാർ വെരിഫൈഡ് ആകുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ആധാർ വെരിഫൈ ചെയ്യുക. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ വിഭാഗത്തിലുള്ള എല്ലാ ആളുകളെയും ഇതുപോലെ എടുത്ത് നോക്കണം. എല്ലാ വിഭാഗത്തിലുള്ള ഗുണഭോക്താക്കളെ എടുത്ത് നിങ്ങൾ ചെക്ക് ചെയ്യണം. അതായത് വെരിഫൈഡ് ആണോ അൺവെരിഫൈഡ് ആണോ എന്ന്. നിങ്ങൾ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടും അൺവെരിഫൈഡ് കാണിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം ഓർക്കുക. ഒന്നെങ്കിൽ ആധാറിലേതുപോലെ അല്ലാതെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അതായത് സ്പെല്ലിംഗ് എന്തെങ്കിലും മാറിക്കിടക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ ജനനത്തീയതിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നതോ ആവാം. ഒന്നുകൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ എല്ലാ ഗുണഭോക്താക്കളും ചെയ്യുക. ജൂലൈ 10 നമുക്ക് നമ്മുടെ പ്രോജക്റ്റിൽ CDPO തന്നിരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പം പുതിയ ആധാറിൽ ക്യാമ്പൊക്കെ വെച്ച് എല്ലാവർക്കും ആധാർ കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയുള്ളവരുടെ ചോദിച്ച് മേടിക്കുക. അങ്ങനെ ഇല്ലാത്തവരുടെ മാത്രം ഇതുപോലെ അമ്മയുടെയോ അച്ഛൻ്റെയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ മേടിച്ച് അത് വെരിഫൈ ചെയ്യുക. 10-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് ആണ്. അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് തന്നെ കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക, അല്ലെങ്കിൽ വിളിക്കുക. ഓക്കെ, താങ്ക് യു.